2017 കഥ തുടങ്ങുന്നത്. വിയറ്റ്നാമിൽ നിന്നുള്ളൊരു ചെറിയ ടീം ഒരു മൊബൈൽ ഗെയിം ഇറക്കി. ഒറ്റ നോട്ടത്തിൽ അല്ലെങ്കിൽ പേപ്പറിൽ നോക്കുമ്പോൾ ഇതിലൊരു പ്രത്യേകതയും ഇല്ല എന്ന് തോന്നും. കാരണം ഒരു ബ്ലോക്ക് ബസ്റ്റർ ഗെയിമിന് വേണമെന്ന് നമ്മൾ പറയുന്ന ഒരു കാര്യവും അതിലുണ്ടായിരുന്നില്ല. കണ്ണഞ്ചിപ്പിക്കുന്ന സിനിമാറ്റിക് ഗ്രാഫിക്സ് ഇല്ല, കോടിക്കണക്കിന് രൂപയുടെ ബഡ്ജറ്റ് ഇല്ല, ഇനി ആൾക്കാർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന വലിയൊരു പേരോ ഫ്രാഞ്ചൈസിയോ അതൊന്നുമില്ല. പക്ഷേ വെറും കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ അതൊരു സാധാരണ ഗെയിമായിട്ടുള്ള ഗറീന ഫ്രീ ഫയർ എന്നതിൽ നിന്ന് ചരിത്രം തന്നെ മാറ്റിമറിക്കാൻ തുടങ്ങി. മൊബൈൽ ഗെയിമിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ട ഗെയിമുകളിൽ ഒന്നായിട്ടത് മാറി. 1 ബില്യണിലധികം 100 കോടിയിലധികം ഡൗൺലോഡുകൾ. അത് ഗെയിമിംഗ് ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ അങ്ങ് പിടിച്ചു കുലുക്കി. ലോകമെമ്പാടും പുതിയൊരു ഗെയിമിംഗ് കൾച്ചറിന് തന്നെ രൂപം കൊടുത്തു. പക്ഷേ ഇതൊരു ഗെയിമിൻ്റെ മാത്രം കഥയല്ല. നിങ്ങൾ കുറച്ചുകൂടി അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഇതിഹാസത്തിൻ്റെ വാക്കുകളിൽ നിന്നും തീപ്പൊരി കിട്ടിയ ഒരു മനുഷ്യൻ്റെ സ്വപ്നത്തിൻ്റെ കഥയാണ്. ഒരു വീഡിയോ ഗെയിം വെച്ച് ഒരു വൻകരയിലെ ഏറ്റവും വലിയ ഓൺലൈൻ കച്ചവടത്തിന് പണം കണ്ടെത്തിയ ഒരു കിടിലൻ കമ്പനിയുടെ തന്ത്രത്തിൻ്റെ കഥ. ഏറ്റവും കരുത്തുള്ള ഫോണുകളെ ലക്ഷ്യം വയ്ക്കാതെ കോടിക്കണക്കിന് സാധാരണക്കാരെ ചേർത്ത് പിടിച്ച് ഗറീന ഫ്രീ ഫയർ എങ്ങനെ ലോകം കീഴടക്കി എന്ന് ഞാൻ പറഞ്ഞുതരാം. ഏതൊരു വിപ്ലവവും തുടങ്ങുന്നത് ഒരൊറ്റ മനസ്സിൽ നിന്നാണ്, അല്ലേ? ഒട്ടും അടങ്ങിയിരിക്കാത്ത, ചുറ്റുമുള്ള കാര്യങ്ങൾ എന്തിനാണ് ഇങ്ങനെ എന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സ്. ഈ കഥയിലെ ആ ഒരു മനസ്സെന്ന് പറയുന്നത് ഫോറസ്റ്റ് ലീ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ശരിക്കുള്ള പേര് ലീ ഷിയോഡോങ്. ചൈനയിലെ ടിയാൻജിനിൽ ജനിച്ച അദ്ദേഹം എല്ലാവരെയും പോലെ സാധാരണ ഒരു ജീവിതം നയിക്കുകയായിരുന്നു. നല്ലൊരു ജോലി ഉണ്ടായിരുന്നു, ഒരു എഞ്ചിനീയർ. ഷാങ്ഹായിൽ പഠിച്ച് മോട്ടറോള പോലെയുള്ള ഒരു വലിയ കമ്പനിയിൽ ജോലി ചെയ്തു. പിന്നീട് MBA എടുക്കാൻ വേണ്ടി സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ വരെ പോയിരുന്നു. എല്ലാം കൊണ്ടും ഒരു പെർഫെക്റ്റ് കരിയർ, അല്ലേ? അങ്ങനെ ഇരിക്കെ ഒരു ദിവസം തൻ്റെ ഭാര്യയുടെ ബിരുദാനന്തര ചടങ്ങിൽ ഒരു കാഴ്ചക്കാരനായിട്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരാളുടെ പ്രസംഗം കേട്ടു. ആ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ദിശ തന്നെ മാറ്റിമറിച്ചിരുന്നു. ആരായിരുന്നു ആ മനുഷ്യൻ എന്നറിയാമോ? സാക്ഷാൽ സ്റ്റീവ് ജോബ്സ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ വാക്കുകളുണ്ട്. Stay hungry, stay foolish. And I have always wished that for myself. വിശപ്പോടെ ഇരിക്കുക, വിഡ്ഢിയായിട്ടിരിക്കുക. ഈ വാക്കുകൾ ലീ വെറും ഒരു ഉപദേശമായിട്ടല്ല എടുത്തത്. മാസങ്ങളോളം എല്ലാ ദിവസവും രാവിലെ താൻ ആ വീഡിയോ വീണ്ടും വീണ്ടും കണ്ടിരുന്നതായിട്ട് അദ്ദേഹം പിന്നീട് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് അതൊരു മന്ത്രമായിരുന്നു. താൻ പോയിരുന്ന സുരക്ഷിതമായ വഴിയിൽ നിന്ന് മാറി നടക്കാനുള്ള ഒരു ലൈസൻസ് ആയിരുന്നു അത്. ആ ഒരു എനർജിയിൽ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ധീരമായിട്ടുള്ള തീരുമാനം അദ്ദേഹം എടുത്തു. സ്വന്തമായി ഒരു കമ്പനി തുടങ്ങുക. പക്ഷേ എവിടെ തുടങ്ങും എന്നുള്ളതായിരുന്നു ചോദ്യം. ചൈനയിലോ അമേരിക്കയിലോ ഒന്നുമല്ല അദ്ദേഹം തിരഞ്ഞെടുത്തത്, അത് സിംഗപ്പൂരാണ്. അതിനൊരു കാരണമുണ്ട്. സ്കോളർഷിപ്പ് കിട്ടിയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അവിടെ ജോലി ചെയ്യേണ്ട ഒരു കരാറുണ്ടായിരുന്നു. അദ്ദേഹവും ഭാര്യയോടൊപ്പം അങ്ങോട്ട് പോയി. സ്നേഹത്തിന് വേണ്ടി എടുത്ത ആ ഒരു ചെറിയ, തികച്ചും വ്യക്തിപരമായ ഒരു തീരുമാനം ഏഷ്യയിലെ ഏറ്റവും വലിയ ടെക് സാമ്രാജ്യങ്ങളിലൊന്നിനെ അതെവിടെ ഉദയം ചെയ്യണമെന്ന് തീരുമാനിച്ചു. 2009 അദ്ദേഹം ഗറീന എന്ന പേരിൽ ഒരു കമ്പനി ഉണ്ടാക്കി. ഗ്ലോബൽ അറീന എന്ന വാക്കിൻ്റെ ചുരുക്കപ്പേരാണ് ഗറീന. തുടക്കത്തിൽ ഗെയിം ഉണ്ടാക്കുക എന്നതായിരുന്നില്ല അവരുടെ ലക്ഷ്യം. ഗെയിം കളിക്കുന്നവരെ പരസ്പരം കണക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഗെയിമർമാർക്ക് എപ്പോഴും ഒറ്റയ്ക്കാണെന്നുള്ളൊരു തോന്നൽ ഉണ്ടാകാറുണ്ടല്ലേ? ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഗറീന പ്ലസ് എന്ന പേരിൽ അവരൊരു പ്ലാറ്റ്ഫോം തുടങ്ങി. ആൾക്കാർക്ക് ഒരുമിച്ച് നിന്ന് സംസാരിക്കാനും ചാറ്റ് ചെയ്യാനും ഒരുമിച്ച് ഗെയിം കളിക്കാനും പറ്റുന്ന ഒരു സ്ഥലം. അതൊരു കമ്മ്യൂണിറ്റി സെറ്റപ്പായിരുന്നു ആദ്യമൊക്കെ. പക്ഷേ പിന്നീടായിരുന്നു അവരുടെ ബിസിനസ്സായി മാറുന്നത്. അവരുടെ തലവര മാറ്റിയ ഒരു വലിയ ബ്രേക്ക് വരുന്നത് 2010 അന്ന് കത്തിക്കയറി വന്നിരുന്ന ലീഗ് ഓഫ് ലെജൻസ് എന്ന് പറയുന്ന ഗെയിം തെക്ക് കിഴക്കൻ ഏഷ്യയിൽ പുറത്തിറക്കാനുള്ളൊരു ഓണർഷിപ്പ്, അതിൻ്റെ ഒരു അവകാശം ഗറീന സ്വന്തമാക്കിയെടുത്തു. അതൊരൊറ്റ ഡീലായിരുന്നു. പക്ഷേ അതോടെ ഗറീന എന്ന് പറയുന്നത് ഒരു ചെറിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് ആ മേഖലയിലെ വൻ ശക്തിയായിട്ട് മാറി. ഫ്രീ ഫയർ എന്ന് പറയുന്ന ഗെയിമിനെ കുറിച്ച് ആരും ചിന്തിക്കുന്നതിനും എത്രയോ മുൻപായിരുന്നു ഇതെല്ലാം സംഭവിക്കുന്നത്. ഗറീന വളർന്നു തുടങ്ങിയപ്പോൾ ഫോറസ്റ്റ് ലീയുടെ ചിന്ത ഗെയിമിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. അദ്ദേഹം കണ്ടത് അതിലും വലിയൊരു ചിത്രമായിരുന്നു. ഒരു മനുഷ്യൻ്റെ ഡിജിറ്റൽ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗത്തിനെയും ടച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു സമ്പൂർണ്ണമായ എക്കോസിസ്റ്റം. അങ്ങനെ 2017 കമ്പനിയുടെ പേര് മാറ്റി സി ലിമിറ്റഡ് എന്നാക്കി. ആ പേരിന് 3 പ്രധാനമായിട്ടുള്ള പില്ലേഴ്സ് ഉണ്ട്. ഒന്ന് ഗറീന തന്നെ, ഗെയിമിങ്ങിനും ഡിജിറ്റൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയുള്ള ഒരെണ്ണം. 2 ഷോപ്പിയാണ്, ആമസോൺ, ലിസാദ പോലെയുള്ള ഭീമന്മാരുമായിട്ട് മത്സരിക്കാൻ കെൽപ്പുള്ള ഒരു കൊമേഴ്സ് പ്ലാറ്റ്ഫോം. മൂന്നാമത്തേതായിരുന്നു സി മണി, മൊബൈൽ പേയ്മെൻറ്റുകൾക്കും മറ്റ് സാമ്പത്തിക സേവനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ വിഭാഗമായിരുന്നു അത്. പക്ഷേ ഈ തന്ത്രത്തിൻ്റെ ഏറ്റവും വലിയ ബുദ്ധി എന്താണെന്ന് അറിയാമോ? അല്ലെങ്കിൽ അതിൻ്റെ ജീനിയസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ 3 വെവ്വേറെ അല്ല പ്രവർത്തിച്ചിരുന്നത്. പകരം അവ പരസ്പരം ബന്ധപ്പെട്ടിരുന്നു. ഗറീനയുടെ ഗെയിമുകളിൽ നിന്ന്, പ്രത്യേകിച്ച് ഫ്രീ ഫയർ വന്നതിന് ശേഷം അതിലൂടെ ലഭിച്ച കോടിക്കണക്കിന് രൂപയുടെ ലാഭം മുഴുവൻ അവർ പ്രധാനമായിട്ടും ഷോപ്പിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി.
ഷോപ്പിയുടെ വളർച്ചയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു. ഡിസ്കൗണ്ടുകൾ കൊടുക്കാനും പരസ്യം ചെയ്യാനും മാർക്കറ്റ് പിടിക്കാനും എല്ലാത്തിനും. അങ്ങനെ ഈ പണം വെള്ളം പോലെ ഉപയോഗിക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ ഫ്രീ ഫയർ ലക്ഷക്കണക്കിന് ആളുകളെ രസിപ്പിക്കുക മാത്രമല്ല ചെയ്തത്. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ കൊമേഴ്സ് വിപ്ലവത്തിന് പണം നൽകിയത് ഈ ഗെയിമിൻ്റെ ലാഭമാണ്. ഒരു ബാറ്റിൽ റോയൽ ഗെയിം ഒരു മൾട്ടിനാഷണൽ സാമ്രാജ്യത്തിൻ്റെ സാമ്പത്തിക എഞ്ചിനായിട്ട് മാറിയെന്ന് പറയാം. ഇതിൻ്റെ എല്ലാം തലപ്പത്ത് ഫോറസ്റ്റ് ലീ. ഇന്ന് കോടീശ്വരനായിട്ട് മാറിയിട്ടും സ്വയം ഒരു ഒറ്റയാൻ എന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഫോറസ്റ്റ് ഗംപ് എന്ന സിനിമയിലെ നായകനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഒരു സാധാരണ മനുഷ്യൻ. അദ്ദേഹം ഗെയിമുകൾ മാത്രമല്ല ഉണ്ടാക്കിയത്, സ്വയം നിലനിൽക്കാൻ കഴിവുള്ള ഒരു എക്കോസിസ്റ്റം തന്നെ ഉണ്ടാക്കിയിരുന്നു. ഫ്രീ ഫയറിൻ്റെ ജനനത്തിൻ്റെ കഥ തുടങ്ങുന്നത് 2017 അന്ന് ഗെയിം ലോകം ബാറ്റിൽ റോയൽ എന്നൊരു പുതിയ തരംഗത്തിൽ മുങ്ങി നിൽക്കുന്ന സമയം. പബ്ജി ഉണ്ട്, ഫോർട്ട്നൈറ്റ് ഉണ്ട്, ഇങ്ങനെയുള്ള ഗെയിമുകളെ ഭ്രാന്തമായി പിന്തുടരുന്ന അത് പടർന്നു പിടിക്കുന്ന ഒരു സമയമായിരുന്നു. കാണാൻ നല്ല ഭംഗി, കളിക്കാൻ നല്ല ടെൻഷൻ, എല്ലാം കൊള്ളാം. പക്ഷേ അവർക്കൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ ഗെയിമുകളൊക്കെ കളിക്കണമെങ്കിൽ ഒന്നുകിൽ നല്ല വില കൂടിയ കമ്പ്യൂട്ടർ വേണം, അല്ലെങ്കിൽ ഏറ്റവും പുതിയ മോഡൽ ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ വേണം. ഇന്ത്യ, ലാറ്റിൻ അമേരിക്ക, തെക്ക് കിഴക്കൻ ഏഷ്യ തുടങ്ങിയ സ്ഥലങ്ങളിലെ കോടിക്കണക്കിന് സാധാരണക്കാർക്ക് ഇതൊക്കെ സ്വപ്നം മാത്രമായിരുന്നു. അവരുടെ കയ്യിലുണ്ടായിരുന്നത് ഐഫോണോ സാംസങ്ങിൻ്റെ വില കൂടിയ S സീരീസ് ഫോണുകളോ ഒന്നും ആയിരുന്നില്ല. മറിച്ച് സിയോമി, ഓപ്പോ പോലെയുള്ള സാധാരണ ബഡ്ജറ്റ് ഫോണുകളായിരുന്നു. മറ്റുള്ളവരെല്ലാം നല്ല ഗ്രാഫിക്സിൻ്റെ പിന്നാലെ പോയപ്പോൾ ഗറീന ആരും ശ്രദ്ധിക്കാതെ വിട്ടുകളഞ്ഞ് നിങ്ങളൊക്കെ എന്തിന് ഞാൻ ഈ ഫ്രീ ഫയർ ചെയ്തു, അത് അത്രത്തോളം ഗ്രാഫിക്സ് ഉള്ള ഗെയിമാണോ എന്ന് ചോദിക്കുന്ന അതേ ഒരു ചോദ്യത്തിനെ അഡ്രസ്സ് ചെയ്തു. ആ ഒരു അവസരത്തെ തിരിച്ചറിഞ്ഞു. ഈ വിപ്ലവത്തിൽ നിന്ന് പുറത്ത് നിൽക്കേണ്ടി വന്ന കോടിക്കണക്കിന് ആളുകളെ അവർ കാണുകയും അധികം ആരും കേട്ടിട്ടില്ലാത്ത വിയറ്റ്നാമിലെ 31 സ്റ്റുഡിയോ എന്ന ചെറിയ സ്റ്റുഡിയോയുമായിട്ട് സഹകരിച്ച് ഒരു ഗെയിം ഉണ്ടാക്കി. അതിനൊരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, ഏറ്റവും മനോഹരമായിട്ടുള്ള ഗെയിം ഉണ്ടാക്കുക എന്നുള്ളതല്ല, മറിച്ച് ഏത് ഫോണിലും, അത് 1 GB റാം മാത്രമുള്ള ഫോണായാൽ പോലും റൺ ചെയ്യുന്ന ഒരു ഗെയിം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. യൂണിറ്റി എഞ്ചിൻ ഉപയോഗിച്ചാണ് ഗെയിം നിർമ്മിച്ചത്. അതിലെ ഓരോ തീരുമാനവും എടുത്തത് ആ ഒരു ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടായിരുന്നു. ഗെയിമിൻ്റെ ഡൗൺലോഡ് സൈസ് വളരെ ചെറുതാക്കി നിർത്തി. കാരണം ഡാറ്റയ്ക്ക് ഒരുപാട് കാശ് കൊടുക്കേണ്ട രാജ്യങ്ങളാണ് ഈ പറയുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം. മത്സരങ്ങൾ വെറും 10 മിനിറ്റിൽ ഒതുക്കാൻ തുടങ്ങി. കാരണം ആളുകൾ ഡെയിലി ലൈഫിലുള്ള തിരക്കുകൾക്കിടയിൽ ഒരു ബസ് യാത്രയിലോ ഉച്ചഭക്ഷണത്തിൻ്റെ ഇടവേളയിലോ കളിച്ചു തീർക്കാൻ പാകത്തിനാണ് സെറ്റ് ചെയ്തത്. കൺട്രോളുകളിൽ ലളിതമാക്കി. ആദ്യമായിട്ട് ഒരാൾ ഒരു 3D ഷൂട്ടർ ഗെയിം കളിച്ചാൽ അയാൾക്ക് പോലും പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റുന്ന രീതിയിലുള്ള കൺട്രോൾസാണ്. വേഗത, എൻ്റർടൈൻമെൻറ്റ് എല്ലാത്തിനും ഉപരിയായിട്ട് സിമ്പിളായിട്ട് പ്രവർത്തിക്കുക, ഇതായിരുന്നു അവരുടെ തത്വം. 2017 അവസാനത്തിൽ ഫ്രീ ഫയർ പുറത്തിറങ്ങിയപ്പോൾ വലിയ ഗെയിമിംഗ് മീഡിയാസ് ഒന്നും അതിനെ മൈൻഡ് പോലും ചെയ്തിരുന്നില്ല. എല്ലാ വർഷവും ഇറങ്ങുന്ന ആയിരക്കണക്കിന് ഗെയിമുകളിൽ മാത്രം, യാതൊരു നിലവാരവുമില്ലാത്ത കോപ്പിയടി എന്നൊക്കെ പറഞ്ഞ് പലരും തള്ളിക്കളഞ്ഞു. പക്ഷേ ഗെയിമേഴ്സ് അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ, പ്രത്യേകിച്ച് അതുവരെ തങ്ങളുടെ കയ്യിലിരിക്കുന്ന സാധാരണ ഫോൺ ഉപയോഗിച്ച് ഇങ്ങനെയൊരു 3D ഷൂട്ടർ ഗെയിം കളിക്കാൻ പറ്റുമെന്ന് പോലും സ്വപ്നം കാണാത്ത സാധാരണക്കാരാണ് അവർ ഫ്രീ ഫയറിനെ ആദ്യത്തെ യഥാർത്ഥ ഒരു അവരുടെ ഗെയിമായിട്ട് കാണാൻ തുടങ്ങി. അങ്ങനെ അത്തരക്കാരെ കൂടി ഉൾപ്പെടുത്തിയ പുതിയ ഫോൺ വാങ്ങിക്കണമെന്ന ആവശ്യത്തെ ദൂരെ എറിഞ്ഞ ഒരു പ്ലേ ഗ്രൗണ്ടായിട്ട് അത് മാറി. അങ്ങനെ ഒരു വൈകാരിക ബന്ധമുണ്ടാവുകയും ആദ്യമായി തങ്ങളെയും ഉൾപ്പെടുത്തി എന്നൊരു തോന്നൽ സാധാരണക്കാർക്കുണ്ടായി. അതൊരു എൻ്റർടൈൻമെൻറ്റ് എന്നതിനുപരി ഒരു ഡിജിറ്റൽ സ്വാതന്ത്ര്യം കൂടിയായിരുന്നു. ഓരോ കളിയും തുടങ്ങുന്നത് ഒരുപോലെയാണ്, സിമിലർ ടു പബ്ജി, പക്ഷേ അതിൻ്റെ മിനി വെർഷൻ. 50 കളിക്കാർക്ക് ഒരു ദ്വീപിലേക്ക് പാരച്യൂട്ടിൽ ഇറങ്ങാൻ പറ്റും. ആയുധങ്ങൾ തേടി ഓടും, അവസാനം വരെ അതിജീവിക്കണം. പക്ഷേ ഫ്രീ ഫയറിനെ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ വേഗതയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു കളി തീരാൻ 10 മിനിറ്റ് മതി. പബ്ജിയിലൊക്കെ അരമണിക്കൂറിലധികം എടുക്കുന്ന സ്ഥാനത്താണിത്. ഇതൊരു ചെറിയ മാറ്റമല്ല, കളിയുടെ അനുഭവം തന്നെ മാറ്റുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ ഇത്തരത്തിൽ പെട്ടെന്ന് കളിച്ചു തീർക്കാമെന്ന് പറയുന്ന ലൂപ്പ് ഗെയിമിനെ ഭയങ്കര അഡിക്റ്റീവ് ആക്കി മാറ്റി. പെട്ടെന്ന് തീരും, എന്തെങ്കിലും കിട്ടും, വീണ്ടും കളിക്കാം, തോറ്റാലൊരു പ്രശ്നമില്ല, 1 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത കളി തുടങ്ങാം. പിന്നെയാണ് കളിയുടെ തന്ത്രപരമായിട്ടുള്ള ഡെപ്ത് കൂടിയ ഒരു സംഭവം വരുന്നത്, ക്യാരക്ടർ സിസ്റ്റം. 50-ലധികം വ്യത്യസ്ത കഥാപാത്രങ്ങളെ ഫ്രീ ഫയർ പരിചയപ്പെടുത്തി. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള പ്രത്യേക കഴിവുകളുണ്ട്. ഒരാൾക്ക് വേഗത്തിൽ ഓടാൻ പറ്റും, മറ്റൊരാൾക്ക് ടീമിലുള്ളവരെ ഹീൽ ചെയ്യാൻ പറ്റും, വേറൊരാൾക്ക് അടുത്തുള്ള ശത്രുക്കളെ കണ്ടെത്താൻ സാധിക്കും. കളിക്കാർക്ക് ഈ കഴിവുകൾ മിക്സ് ചെയ്ത് സ്വന്തമായിട്ടൊരു ഹീറോയെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതോടെ ഗെയിം വെറും ഒരു വെടിവെപ്പ് എന്നതിലുപരി ഒരു സ്ട്രാറ്റജി ഗെയിമിൻ്റെ തലത്തിലേക്ക് ഉയർന്നു വന്നു. ഗറീന അവിടെ നിർത്തിയില്ല. കളിക്കാരെ ഫോളോ ചെയ്യുന്ന, ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യുന്ന പെറ്റ്സില്ലേ, വളർത്തുമൃഗങ്ങൾ, അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ക്ലാഷ് സ്ക്വാഡ് എന്ന പേരിൽ 4v4 ടീം മാച്ചുകൾ, ലോൺ വൂൾഫ് എന്ന പേരിൽ 1vs1 പോരാട്ടങ്ങൾ, എന്തിനധികം കളിക്കാർക്ക് സ്വന്തമായി മാപ്പുകളും ഗെയിം മോഡുകളും ഉണ്ടാക്കാൻ കഴിയുന്ന ക്രാഫ്റ്റ് ലാൻഡ് എന്നൊരു ഓപ്ഷനും അവർ നൽകി. ഫ്രീ ഫയർ പിന്നെ ഒരു ഗെയിം മാത്രമായിരുന്നില്ല, അതൊരു യൂണിവേഴ്സായിട്ട് മാറി. എല്ലാം ആ ചെറിയ ഏത് ഫോണിലും ഓടുന്ന ആപ്പിൽ സപ്പോർട്ടാവും. ഇത് വലിയ മെഷീനുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഗെയിം അല്ലല്ലോ, മറിച്ച് മനുഷ്യർക്ക് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നല്ലോ. കയ്യിലിരിക്കുന്ന ഫോൺ ചെറുതാണെങ്കിലും ഉള്ളിലെ ആവേശം വലുതായ മനുഷ്യർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഗെയിം.
ഫ്രീ ഫയർ കളിക്കാൻ സൗജന്യമായിരുന്നു, ശരിയാണ്. പക്ഷേ അത് പ്രവർത്തിപ്പിക്കാൻ, അതായത് അതിൻ്റെ ഓടാൻ ആവശ്യമായിട്ടുള്ള സെർവറുകൾ, ഡെവലപ്മെൻറ്റ്, മാർക്കറ്റ്, ഇതിനെല്ലാം കോടിക്കണക്കിന് രൂപ ചിലവുണ്ട്. അപ്പോൾ ഈ സൗജന്യമായിട്ടുള്ള ഗെയിമിൽ നിന്ന് ഗറീന എങ്ങനെയാണ് കോടാനുകോടി രൂപ അല്ലെങ്കിൽ അവരുടെ ആ ഒരു വരുമാനം ഉണ്ടാക്കിയെടുത്തത്? ആധുനിക ഗെയിമിങ്ങിൻ്റെ മുഖമുദ്രയായി മാറിയ ഒരു മോഡലുണ്ട്, മൈക്രോ ട്രാൻസാക്ഷൻസ്. അവർ ശരിക്കും അത് പഠിച്ചെടുത്തു. കളിക്കാർക്ക് യഥാർത്ഥ പണം ഉപയോഗിച്ച് ഡയമണ്ട്സ് എന്ന പ്രീമിയം കറൻസി വാങ്ങാൻ കഴിയും. ഈ ഡയമണ്ട്സ് ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ അൺലോക്ക് ചെയ്യാം. കിടിലം വസ്ത്രങ്ങൾ, തോക്കിൻ്റെ സ്കിന്നുകൾ, ഇമോട്ടുകൾ, അങ്ങനെ പലതും. പിന്നെ എലൈറ്റ് പാസ് എന്നൊരു സംഗതിയുണ്ട്. അത് വാങ്ങിയാൽ ഗെയിം കളിക്കുന്നതിനനുസരിച്ച് പ്രത്യേകം സമ്മാനങ്ങൾ കിട്ടും. ഈ സിസ്റ്റം ആളുകളുടെ ഇഷ്ടങ്ങളെ ഒരു എക്കണോമിയാക്കി മാറ്റി. ബ്രസീൽ, ഇന്ത്യ, തായ്ലൻഡ് പോലെയുള്ള രാജ്യങ്ങളിൽ കളിക്കാർ തങ്ങളുടെ ഐഡൻറ്റിറ്റി കാണിക്കാൻ ഇത്തരം കാര്യങ്ങൾക്ക് ധാരാളം പണം ചെലവഴിച്ചു. പക്ഷേ ഗറീന അതിരുകൾ കുറച്ചുകൂടി കടന്നിട്ട് അവർ ഇവോ ഗൺസ് എന്ന പേരിൽ പ്രത്യേകതരം തോക്കിൻ്റെ സ്കിന്നുകൾ കൊണ്ടുവന്നു. കൂടുതൽ ഡയമണ്ട്സ് മുടക്കിയാൽ ഈ സ്കിന്നുകളിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ഈ ഒരു അപ്ഗ്രേഡ് വെറും ഭംഗിക്ക് മാത്രമായിരുന്നില്ല, തോക്കിൻ്റെ ശക്തിയും കൂട്ടുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഇത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. പലരും ഇതിനെ പ്ലേ ടു വിൻ, അതായത് പണം കൊടുത്താൽ ജയിക്കാൻ പറ്റുന്ന കളിയാണെന്ന് വിളിച്ചു. പക്ഷേ സത്യം പറഞ്ഞാൽ കാര്യങ്ങൾ അത്ര ലളിതമല്ല. കോടിക്കണക്കിന് കളിക്കാർ ₹1 പോലും മുടക്കാത്ത ഇന്ത്യ പോലെയുള്ള മാർക്കറ്റുകളിൽ വെറും കോസ്മെറ്റിക് സാധനങ്ങൾ മാത്രം വിറ്റ് ഇത്രയും വലിയൊരു ഗെയിം നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കില്ല. ഗറീന അറിഞ്ഞുകൊണ്ട് തന്നെയാണ് റിസ്ക് എടുത്തത്. അത് അവരുടെ ടാർഗറ്റ് ഓഡിയൻസിനിടയിൽ വിജയിക്കുകയും ചെയ്തു. ഇത്തരം രാജ്യങ്ങളിലെ കളിക്കാർ പണം മുടക്കുന്നത് ചതിയായിട്ടല്ല കണ്ടത്, മറിച്ച് തങ്ങൾ ഇഷ്ടപ്പെടുന്ന ഗെയിമിനെ സപ്പോർട്ട് ചെയ്യാനുള്ളൊരു മാർഗ്ഗമായിട്ടും അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റിയിൽ ഒരു സ്റ്റാറ്റസ് സിംബലുമായിട്ടാണ്. 2020 ആയപ്പോഴേക്കും ഫ്രീ ഫയറിൻ്റെ വരുമാനം $2 ബില്യൺ കവിഞ്ഞിരുന്നു. ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ട മൊബൈൽ ഗെയിമായിട്ടത് മാറി. കൊറോണ കാരണം ആളുകൾ വീടുകൾക്കുള്ളിൽ അടച്ചിരുന്നപ്പോൾ അവർക്ക് രക്ഷപ്പെടാനൊരു ലോകവും കൂട്ടുകൂടാനൊരിടവും ഒക്കെ ഈ ഗെയിമായിരുന്നു. മറ്റുള്ള വലിയ ഗെയിം കമ്പനികളെല്ലാം അമേരിക്ക, യൂറോപ്പ് പോലെയുള്ള പണക്കൊഴുപ്പുള്ള മാർക്കറ്റുകളുടെ പിന്നാലെ പോയപ്പോൾ ഗറീന നോക്കിയത് മറ്റൊരിടത്തേക്കായിരുന്നു. കോടിക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നിട്ടും ആരും ശ്രദ്ധിക്കാതെ പോയ നമ്മുടെയൊക്കെ രാജ്യങ്ങളിലേക്ക്. അവർ അതിനെ എമർജിംഗ് മാർക്കറ്റ്സ് ഫസ്റ്റ് സ്ട്രാറ്റജി എന്ന് വിളിച്ചു. ഇത് വെറുതെ ഗെയിമിനെ പ്രാദേശിക ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പരിപാടിയല്ല, അത് ആ നാടിൻ്റെ സംസ്കാരവുമായിട്ടുള്ള ബ്ലെൻഡിങ് ആയിരുന്നു. ബ്രസീലിൽ ഫ്രീ ഫയർ ഒരു ഗെയിമിനും അപ്പുറം ഒരു കൾച്ചറായി മാറി. അവർ ലോകപ്രശസ്തനായ സംഗീതജ്ഞൻ DJ ആലോകുമായിട്ട് സഹകരിച്ചു. അദ്ദേഹത്തെ ഗെയിമിലെ ഒരു കഥാപാത്രമാക്കി മാറ്റി. അദ്ദേഹത്തിൻ്റെ സംഗീതം കേൾക്കുമ്പോൾ ടീം അംഗങ്ങൾക്കൊരു ഹീലിംഗ് കിട്ടും. ലക്ഷക്കണക്കിന് കളിക്കാർ അദ്ദേഹത്തിൻ്റെ പാട്ടിനൊത്ത് ഗെയിമിനുള്ളിൽ നൃത്തം വച്ചു. ഇന്ത്യയിലാണെങ്കിലോ അവർ ക്രിക്കറ്റ് ഇതിഹാസമായ MS ധോണിയുമായിട്ട് കൈകോർത്തു. ധോണിയെ ഒരു ഹീറോയായി ഗെയിമിൽ അവതരിപ്പിക്കാൻ തുടങ്ങി. അതോടെ രാജ്യത്തെ ക്രിക്കറ്റ് ആരാധകർ ഗെയിമുമായിട്ട് പെട്ടെന്ന് അടുത്തു. ദീപാവലി, ഹോളി, ഈദ് തുടങ്ങിയ എല്ലാ പ്രധാന ആഘോഷങ്ങൾക്കും ഗെയിമിൽ പ്രത്യേക ഈവൻറ്റുകളും സമ്മാനവും ഉണ്ടായിരുന്നു. തായ്ലൻഡിലാണെങ്കിൽ അവരുടെ സ്പോർട്സ് ടൂർണമെൻറ്റുകൾ സ്റ്റേഡിയങ്ങൾ നിറയ്ക്കാൻ തുടങ്ങി. ഇന്തോനേഷ്യയിലും വിയറ്റ്നാമിലുമെല്ലാം അതൊരു ദേശീയ വിനോദമായിട്ട് മാറി. ഫ്രീ ഫയർ ആണെങ്കിൽ വെറും വാക്കുകളെ അല്ല വിവർത്തനം ചെയ്തത്, അവർ വികാരങ്ങളെയാണ് വിവർത്തനം ചെയ്തത്, ട്രാൻസ്ലേറ്റ് ചെയ്തത്. അതായിരുന്നു ഗറീനയുടെ മാജിക്. അവർ കണ്ടൻറ്റ് മാത്രമല്ല, ആളുകളുടെ ഐഡൻറ്റിറ്റിയെ തന്നെ പ്രാദേശികവൽക്കരിച്ചു. ഈ ഗെയിം തങ്ങളുടേതാണെന്നും തങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്നും കളിക്കാർക്ക് തോന്നി. താമസിയാതെ ബാറ്റിൽ റോയൽ യുദ്ധകളങ്ങൾ വളരെ തിരക്കായി മാറി. PUBG മൊബൈലിൻ്റെ ഒരു ലൈറ്റ് വെർഷൻ വരാൻ തുടങ്ങി. കാൾ ഓഫ് ഡ്യൂട്ടി മൊബൈൽ അതിൻ്റെ കിടിലൻ ആക്ഷനുമായി ഫോണുകളിലേക്ക് എത്തി. ഫോർട്ട്നൈറ്റ് പോലും മൊബൈലിൽ സാന്നിധ്യം അറിയിച്ചു. കളിക്കാർക്ക് വേണ്ടി ഒരു യുദ്ധം ഉറപ്പായിരുന്നു. എന്നാൽ മറ്റുള്ളവരുടെ തട്ടകമായ റിയലിസത്തിലും ഗ്രാഫിക്സിലും പോയി മത്സരിക്കുന്നതിന് പകരം ഗറീന സ്വന്തമായിട്ടൊരു എംപയർ കെട്ടിപ്പടുക്കുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. ഫ്രീ ഫയർ ജനങ്ങളുടെ ബാറ്റിൽ റോയൽ എന്ന പേര് ഉറപ്പിച്ചെടുത്തു. വേഗതയേറിയത്, ഭാരം കുറഞ്ഞത്, എല്ലാവരെയും ഉൾക്കൊള്ളുന്നത്. പ്രധാനപ്പെട്ട 3 ഗെയിമുകളും 3 തരം കളിക്കാരെയാണ് ലക്ഷ്യം വെച്ചത്. PUBG റിയലിസത്തിനും ടാക്റ്റിക്കൽ ഗെയിം പ്ലേക്കും പ്രാധാന്യം കൊടുത്തു. കാൾ ഓഫ് ഡ്യൂട്ടി മൊബൈൽ അതിൻ്റെ പ്രശസ്തമായ പേരും ഹൈ ക്വാളിറ്റി ആക്ഷനും മുതലെടുത്തു. കാൾ ഓഫ് ഡ്യൂട്ടിയെക്കുറിച്ച് നമ്മളൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ മുമ്പ് ചെയ്തിരുന്നു, ലിങ്ക് ഞാൻ താഴെ കൊടുക്കാൻ, കാണാൻ മറക്കരുത്. ഫ്രീ ഫയർ ആകട്ടെ ആർക്കും കളിക്കാൻ പറ്റുന്ന എളുപ്പത്തിലും ക്രിയേറ്റിവിറ്റിയിലും സ്വാതന്ത്ര്യത്തിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഈ യുദ്ധത്തിൽ ഗറീന പിടിച്ചു നിന്നില്ല, മറിച്ച് അവർ ശ്രദ്ധയോടെ വളർത്തിയെടുത്ത എമർജിംഗ് മാർക്കറ്റുകളിൽ പൂർണ്ണ ആധിപത്യം തന്നെ സ്ഥാപിച്ചു. 2021 അതിൻ്റെ പ്രതാപകാലത്ത് ഒരു ദിവസം 150 മില്യൺ, അതായത് 15 കോടി ആളുകൾ ഈ ഗെയിം കളിച്ചിരുന്നു. അതൊരു ഞെട്ടിക്കുന്ന കണക്കാണ്. അങ്ങനെ ഇരിക്കെ 2022 ഫെബ്രുവരിയിൽ എല്ലാം മാറി മറിഞ്ഞു. ഇന്ത്യൻ സർക്കാർ രാജ്യസുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് ഗറീന, ഫ്രീ ഫയർ ഉൾപ്പെടെ 54 ആപ്പുകൾ നിരോധിച്ചു. നമ്മുടെ പല ഗെയിമിംഗ് വീഡിയോയിൽ ഇത് കടന്നു വരുന്നുണ്ടല്ലേ. ഓക്കെ, ആ വാർത്ത ഒരു ഇടുത്തി പോലെയായിരുന്നു. ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് കളിക്കാർക്ക് തങ്ങളുടെ ലോകം, കൂട്ടായ്മ എല്ലാം ഒറ്റ രാത്രി കൊണ്ട് ആരോ സ്വിച്ച് ഓഫ് ചെയ്ത പോലെ തോന്നി. നിരോധനത്തിൻ്റെ കാരണം അത്ര വ്യക്തമായിരുന്നില്ല. ഗറീന ഒരു സിംഗപ്പൂർ കമ്പനിയാണ്, ചൈനീസ് കമ്പനിയല്ല. മുമ്പത്തെ നിരോധനങ്ങളെല്ലാം പ്രധാനമായിട്ടും ചൈനീസ് ആപ്പുകൾക്കെതിരെയായിരുന്നു. പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഫ്രീ ഫയറിൻ്റെ മാതൃകമ്പനിയായ സി ലിമിറ്റഡ് ചൈനീസ് ടെക് കമ്പനിയായ ടെൻസെൻറ്റിന് ഏകദേശം 18% ഓഹരി കൊടുത്തിരുന്നു, അല്ലെങ്കിൽ അവർക്കത് ഉണ്ടായിരുന്നു.
ഈ ഒരു ബന്ധം മതിയല്ലോ സർക്കാരിന്, അതൊരു ചൈനീസ് ബന്ധമുള്ള ആപ്പാണെന്ന് പറഞ്ഞ് വാർത്തകൾ കാട്ടുതീ പോലെ പടർന്നു. സത്യത്തിൽ ഇന്ത്യയിൽ നിന്ന് ഡാറ്റ ചൈനയിലേക്ക് കടത്തി എന്നതിന് യാതൊരു തെളിവും വന്നിരുന്നില്ല. ഞങ്ങളൊരു സിംഗപ്പൂർ കമ്പനിയാണ്, ഞങ്ങൾ ഇന്ത്യ നിയമങ്ങൾ പാലിക്കുന്നു എന്ന് സി ലിമിറ്റഡ് ഒരു പ്രസ്താവന ഇറക്കിയെങ്കിലും നിരോധനം മാറ്റിയില്ല. പക്ഷേ കഥയിൽ വിചിത്രമായൊരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടെന്ന് ആർക്കും മനസ്സിലായില്ല. ഫ്രീ ഫയർ മാക്സ് എന്ന കുറച്ചുകൂടി നല്ല ഗ്രാഫിക്സ് ഉള്ള ഗെയിമിൻ്റെ പതിപ്പ് ഈ പറയുന്ന ബാനിംഗ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. അത് ഇന്ത്യയിൽ തുടർന്നും പ്രവർത്തിച്ചു. 2023 ആയപ്പോൾ ഇന്ത്യയിൽ നിന്ന് മാത്രം 28 മില്യൺ, അതായത് ഏകദേശം 2.8 കോടി ആളുകൾ എല്ലാ മാസവും ഈ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ പ്രധാന എതിരാളികളായ BGMI ഉണ്ടല്ലോ, അതായത് പബ്ജിയുടെ ഇന്ത്യൻ പതിപ്പ്, അതിനേക്കാൾ കൂടുതലായിരുന്നു. ആ ഒരൊറ്റ തീ അത് അത്ര പെട്ടെന്നൊന്നും ആർക്കും കെടുത്താൻ പറ്റില്ല. ഫോണിൻ്റെ ചെറിയ സ്ക്രീനുകളിൽ നിന്ന് സ്റ്റേഡിയങ്ങളിലെ വലിയ സ്റ്റേജുകളിലേക്ക്, അതായിരുന്നു ഫ്രീ ഫയറിൻ്റെ അടുത്ത ഘട്ടം. ഇ സ്പോർട്സ് ഫ്രീ ഫയർ വേൾഡ് സീരീസ്, അതായത് FFWS, ലോകത്തിലെ ഏറ്റവും വലിയ മൊബൈൽ ടൂർണമെൻറ്റുകളിലൊന്നായിട്ട് വളരെ പെട്ടെന്ന് മാറി. 2021 സിംഗപ്പൂരിൽ നടന്ന ടൂർണമെൻറ്റ് ചരിത്രം കുറിച്ചു. ഒരേ സമയം 5.4 ബില്യൺ, അതായത് 54 ലക്ഷം ആളുകളാണ് അത് ലൈവായി കണ്ടത്. അക്കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ഒരു ഇ സ്പോർട്സ് ഈവൻ്റ് ആയിരുന്നു അത്. തായ്ലൻഡിൽ നിന്നും ബ്രസീലിൽ നിന്നുമുള്ള ടീമുകൾ ഈ രംഗം അടക്കിവാണ്. സാധാരണക്കാരായ ചെറുപ്പക്കാരെ അവർ ദേശീയ ഹീറോകളും കോടീശ്വരന്മാരും ആക്കി മാറ്റി. ഈവോസ് ഫിനിക്സ്, അറ്റാക്ക് ഓൾറൗണ്ട്, ഫ്ലെക്സോ തുടങ്ങിയ പേരുകൾ കമ്മ്യൂണിറ്റിയിൽ ഇതിഹാസങ്ങളായി മാറി. അതേസമയം യൂട്യൂബിൽ മറ്റൊരു വിപ്ലവം നടന്നു. ഇന്ത്യയിൽ ടോട്ടൽ ഗെയിമിംഗ്, AS ഗെയിമിംഗ്, ലോകേഷ് ഗെയിമർ പോലെയുള്ള കണ്ടന്റ് ക്രിയേറ്റർമാർ ഫ്രീ ഫയർ വെച്ച് വലിയ വലിയ യൂട്യൂബ് ചാനലുകളും സാമ്രാജ്യങ്ങളും കെട്ടിപ്പടുത്തു. അവരുടെ ചാനലുകൾക്ക് കോടിക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായി. ബ്രസീലിലും ഇന്തോനേഷ്യയിലും തായ്ലാൻഡിലുമെല്ലാം സമാനമായ ക്രിയേറ്റർ കമ്മ്യൂണിറ്റികൾ ഉയർന്നു വന്നു. ഇതായിരുന്നു യഥാർത്ഥ മാർക്കറ്റിംഗ്. ഗറീനയ്ക്ക് ഹോളിവുഡ് നടന്മാരെയോ വലിയ ഏജൻസികളെയോ ആശ്രയിക്കേണ്ടി വന്നില്ല. അസാധാരണമായ അഭിനിവേശമുള്ള സാധാരണ മനുഷ്യരെയാണ് അവർ ആശ്രയിച്ചത്. അവരുടെ കമ്മ്യൂണിറ്റി തന്നെയായിരുന്നു അവരുടെ മാർക്കറ്റിംഗ്. തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു വിജയത്തിന് അതിൻ്റേതായ ഡാർക്ക് സൈഡ് ഉണ്ട്. ഫ്രീ ഫയർ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട്. പണം കൊടുത്താൽ ജയിക്കാൻ സാധിക്കുമെന്ന വിവാദം ഇപ്പോഴും കൂടെയുണ്ട്. ഗെയിമിലെ ചാറ്റിൽ പലപ്പോഴും മോശം പെരുമാറ്റങ്ങളും അധിക്ഷേപങ്ങളും നിറയുന്നുണ്ട്. പിന്നെ ഏതൊരു ഓൺലൈൻ ഗെയിമിനെയും പോലെ ഹാക്കർമാരും ചതിയന്മാരും ഗെയിമിൻ്റെ വിശ്വാസ്യതയെ നിരന്തരം ചോദ്യം ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് നിയമപരമായ പ്രശ്നങ്ങൾ വന്നത്. പബ്ജിയുടെ നിർമ്മാതാക്കളായിട്ടുള്ള ക്രാഫ്റ്റോൺ ഗറീനയ്ക്കെതിരെ ഒരു വലിയ കേസ് കൊടുത്തു. എയർ ഡ്രോപ്പുകൾ മുതൽ ഗെയിമിലെ ചീനച്ചട്ടി വരെയുള്ള പല കാര്യങ്ങളും ഫ്രീ ഫയർ തങ്ങളിൽ നിന്ന് കോപ്പി അടിച്ചതാണെന്ന് അവർ ആരോപിച്ചു. ഗറീന ഈ ആരോപണങ്ങളെല്ലാം നിഷേധിച്ചെങ്കിലും വിജയം പലപ്പോഴും അനുകരണങ്ങളെയും സംഘർഷങ്ങളെയും ക്ഷണിച്ചു വരുത്തും എന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു ആ കേസ്. സ്വകാര്യതയെക്കുറിച്ചുള്ള ആശങ്കകളും ഉണ്ടായിരുന്നു. ചില ഏജൻസികൾ നടത്തിയ പരിശോധനയിൽ പരസ്യങ്ങൾക്കായി ഉപഭോക്താക്കളുടെ ഡാറ്റ പല കമ്പനികളുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട് എന്ന് കണ്ടെത്തി. ഡയമണ്ട് വാങ്ങാൻ ഉപയോഗിക്കുന്ന ചില തേർഡ് പാർട്ടി വെബ്സൈറ്റുകൾ കള്ളപ്പണം വെളുപ്പിക്കാൻ ഉപയോഗിക്കുന്നു എന്ന തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിശയമെന്ന് പറയട്ടെ, ഈ വിവാദങ്ങളൊന്നും അതിൻ്റെ കൾച്ചറൽ എക്സ്പാൻഷനെ തടഞ്ഞില്ല. കാരണം ലക്ഷക്കണക്കിന് കളിക്കാർക്ക് ഫ്രീ ഫയർ വെറും ഒരു സോഫ്റ്റ്വെയർ അല്ല, അതൊരു സോഷ്യൽ ഐഡൻറ്റിറ്റിയാണ്. ഗവേഷകരും സൈക്കോളജിസ്റ്റുകളും ഈ ഗെയിമിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ദോഷവശങ്ങൾ വ്യക്തമാണല്ലോ. ഏത് കാര്യത്തെയും പോലെ അമിതമായ ഗെയിമിംഗ് അഡിക്ഷനിലേക്കും സോഷ്യൽ ഐസൊലേഷനിലേക്കും നയിക്കും. എന്നാൽ പഠനത്തിൻ്റെ മറുവശത്ത് അതിശയിപ്പിക്കുന്ന ചില കാര്യങ്ങളുമുണ്ട്. ഫ്രീ ഫയർ കളിക്കുന്നവർക്ക് പ്രോബ്ലം സോൾവിംഗ് സൊല്യൂഷൻ, പെട്ടെന്ന് തീരുമാനമെടുക്കാനുള്ള കഴിവ്, ടീം വർക്ക് എന്നിവയിൽ കാര്യമായ പുരോഗതി ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ചെറുപ്പക്കാർക്ക് ഒത്തുകൂടാനോ സാമൂഹികമായി ഇടപഴകാനോ സുരക്ഷിതമായ പൊതു ഇടങ്ങൾ കുറവുള്ള പല രാജ്യങ്ങളിലും ഫ്രീ ഫയർ അവരുടെ ഡിജിറ്റൽ പാർക്കും കമ്മ്യൂണിറ്റി സെൻറ്ററും പ്ലേ ഗ്രൗണ്ടും ഒക്കെ ആയിട്ട് മാറുന്നുണ്ട്. ഒരുപാട് പേർക്ക് സുഹൃത്തുക്കളുമായി ബന്ധപ്പെടാനും തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും മത്സരത്തിൻ്റെ ആവേശം അനുഭവിക്കാനുമുള്ള ഒരേ ഒരു മാർഗമായിരുന്നു അത്. അതവർക്ക് അവരെക്കാൾ വലിയ എന്തോ ഒന്നിൻ്റെ ഭാഗമാകാനുള്ള അവസരം നൽകി. ഒരു ടീം, ഒരു ഗിൽഡ്, ഒരു കമ്മ്യൂണിറ്റി, ഒരു ലക്ഷ്യം. എന്നെങ്കിലും ഒരു ദിവസം ലോകവേദിയിൽ മത്സരിക്കണമെന്നൊരു സ്വപ്നം. ഇന്ന് ഫ്രീ ഫയർ ഒരു വഴിത്തിരിവിലാണ് നിൽക്കുന്നത്. കൊറോണ കാലത്തെ അപേക്ഷിച്ച് ദിവസേന കളിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. പക്ഷേ അതിൻ്റെ പ്രധാന കമ്മ്യൂണിറ്റി ഇപ്പോഴും വളരെ ശക്തമാണ്. നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയില്ലേ? ഇന്ത്യയിൽ വരാനിരിക്കുന്ന ഓൺലൈൻ ഗെയിമിംഗ് നിയമം അനുസരിച്ച് ഫ്രീ ഫയറിന് ഇന്ത്യയിൽ പൂർണ്ണമായി തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. പ്രാദേശിക നിയമങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്തിയ ഒരു ഫ്രീ ഫയർ ഇന്ത്യ പതിപ്പ് ഇറക്കുമെന്ന് ഗറീന സൂചന തന്നിട്ടുണ്ട്. പക്ഷേ നിയമപരമായിട്ടുള്ള വെല്ലുവിളികൾക്കപ്പുറം കാലത്തിനനുസരിച്ച് എക്സ്പാൻഡ് ആവുക, ഡെവലപ്പ് ആവുക എന്നതാണ് വെല്ലുവിളി. പുതിയ തലമുറയിലെ കളിക്കാർ പുതിയ അനുഭവങ്ങൾ തേടുന്നുണ്ട്. 200 MB മാത്രം ഉണ്ടായിരുന്ന ഒരു ചെറിയ ഗെയിമിനെ ഒരു ലോക വിപ്ലവമാക്കി മാറ്റിയ ആ മാന്ത്രികത അവർക്ക് വീണ്ടും കണ്ടെത്തേണ്ടി വരും. പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഫ്രീ ഫയർ ഒരിക്കലും ഏറ്റവും മനോഹരമായ ഗെയിം ആയിരുന്നില്ല, ഏറ്റവും റിയലിസ്റ്റിക്കായ ഗെയിമും ആയിരുന്നില്ല, ഏറ്റവും ടെക്നോളജിയുള്ള ഗെയിമും ആയിരുന്നില്ല. അത് ഒരു പക്ഷേ ഏറ്റവും മാനുഷികമായിട്ടുള്ള ഗെയിമായിരുന്നു. സാങ്കേതിക വിദ്യയുടെ സാധ്യതയേക്കാൾ മനുഷ്യൻ്റെ പരിമിതികളെ മനസ്സിലാക്കി നിർമ്മിച്ച ഒരു ഗെയിം. ആ ആഗോള മുന്നേറ്റത്തിൻ്റെ ഭാഗമാകാൻ ആയിരക്കണക്കിന് രൂപയുടെ കൺസോളിൻ്റെയോ ലക്ഷങ്ങളുടെ ഗെയിമിംഗ് PCയുടെയോ ഏറ്റവും പുതിയ ഫോണിൻ്റെയോ ആവശ്യമില്ലെന്ന് അത് തെളിയിച്ചു. വേണ്ടത് ഒരു സാധാരണ സ്മാർട്ട് ഫോണും നെറ്റും അല്പം ജിജ്ഞാസയും.
ബ്രസീലിലെ ചേരികൾ മുതൽ കേരളത്തിലെ ചെറിയ പട്ടണങ്ങൾ വരെ, ബാങ്കോക്കിലെ ക്ലാസ് മുറികൾ മുതൽ മെക്സിക്കോ സിറ്റിയിലെ ടെറസുകൾ വരെ ഒരു തലമുറ മുഴുവൻ ഈ ഡിജിറ്റൽ ലോകത്ത് ഒരുമിച്ച് മത്സരിച്ചു, ഓർമ്മകൾ സൃഷ്ടിച്ചു. അതാണ് ആ ഗെയിമിൻ്റെ യഥാർത്ഥ വിജയം. സ്ക്രീനിൽ തെളിയുന്ന ആ ബൂയ എന്ന വാക്കല്ല, മറിച്ച് സ്ക്രീനിന് പിന്നിലിരുന്ന് അനുഭവിക്കുന്ന ആ കൂട്ടായ്മയുടെ വികാരമാണ്. ഫോറസ്റ്റ് ലീ ഒരിക്കൽ പറഞ്ഞു തനിക്കൊരു ഗ്ലോബൽ അറീന നിർമ്മിക്കണമെന്ന്. അദ്ദേഹം അത് നിർമ്മിച്ചു. പക്ഷേ അത് ഇരുമ്പും സിലിക്കണും കൊണ്ടായിരുന്നില്ല നിർമ്മിച്ചത്. അത് പ്രതീക്ഷയും എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള മനസ്സും പിന്നെ കയ്യിലൊരു ഫോണും എടുത്ത് ജയിക്കണമെന്ന് സ്വപ്നം കണ്ട ഓരോ കളിക്കാരൻ്റെയും ഉള്ളിൽ കത്തുന്ന തീ ഉണ്ടായിരുന്നു. ഇതായിരുന്നു ഗറീന ഫ്രീ ഫയർ. ചെറുതായി തുടങ്ങി ഒരു തലമുറയെ നിർവചിച്ച ഗെയിം. നമ്മൾ ഗെയിമിനെ കുറിച്ചും സയൻസിനെ കുറിച്ചും ഡെയിലി ലൈഫിനെ കുറിച്ചും 3 ചാനൽസ് നടത്തുന്നുണ്ട്. ഇത് നമ്മുടെ ബിസിനസ് കേസ് സ്റ്റഡി ചാനലാണ് ജിതിൻ രാജ്. കൂടാതെ JR സ്റ്റുഡിയോ, JR അൺഫോൾഡ് എന്നീ 2 ചാനലുകളുണ്ട്. മാത്രമല്ല ഈ ചാനലുകളിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഫ്രീ ന്യൂസ് ലെറ്ററും കോഴ്സ് അതുപോലെ തന്നെ പലതരത്തിലുള്ള ഈവൻറ്റുകൾ എന്നിവ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ അപ്ഡേറ്റുകൾ കിട്ടാനും അതിൽ ജോയിൻ ചെയ്യാനും ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൽ പാർട്ടാവുക. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ.